ഈ കാണുന്ന ഒരു വണ്ടി ഫർണിച്ചർ നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സാനി വന്ന് ഞങ്ങൾക്ക് ചെയ്ത് ലൈവായിട്ട് ചെയ്ത് അങ്ങനെ അവൻ കാരണം ഞങ്ങളെ ലോകം മൊത്തം അറിഞ്ഞു ഞങ്ങളുടെ കാര്യങ്ങൾ. ഞാനൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വീട് ഇങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ ആ ഒരു വീടിൻ്റെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പം ഇത് മൊത്തത്തിൽ ഫർണിച്ചർ കൊണ്ട് കളർഫുള്ളാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സാനിയുടെ അടുത്ത് വിളിച്ചൊരു റിക്വസ്റ്റ് ഇട്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം, തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കാം. ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട് നിറച്ചുള്ള ഫർണിച്ചറും ഒക്കെ ഒത്തിരി മനസ്സ് നിറഞ്ഞൊരു സന്തോഷം. നമസ്കാരം. ഒരു സന്തോഷമായിട്ടാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പം ആലപ്പുഴ ജില്ലയിൽ കറ്റാനം അഡോക് ഫർണിച്ചറിലാണ്. നമ്മൾ മിക്കവാറും ഈ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ അത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച തന്നെ ഏതെങ്കിലും ഒരു കുടുംബത്തെ സെലക്ട് ചെയ്തിട്ട് അവരെ നമ്മൾ ഫർണിച്ചറുകൾ കൊടുത്ത് സഹായിക്കാറുണ്ട്. അപ്പം നല്ലൊരു മനസ്സിന് ഉടമ കൂടിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇക്കാക്ക് ഒരു സെയിൽ ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാതെ പോലും എന്നെ വിളിച്ചിട്ട് പറയും നമുക്ക് അടുത്ത ഫാമിലിക്ക് സനി സെലക്ട് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് നമുക്ക് മാക്സിമം വണ്ടി നിറച്ച് ഫർണിച്ചർ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇന്ന് ഇത്രയും ഫർണിച്ചർ ഈ ഒരു അലമാര, ഈ ഒരു കട്ടിൽ, ഈ ഒരു ഡൈനിങ് ടേബിള്, ഈ ഒരു സ്റ്റഡി ടേബിൾ, നമ്മൾ ഓരോ ഫാമിലിയെ നോക്കിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. കാരണം അവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സനീഷ് ഇതേപോലെ ഒരു പാവം പിടിച്ച ഒരാളിന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞപ്പം തീർച്ചയായിട്ടും ഞാൻ 100% നമുക്ക് ചെയ്തു കൊടുക്കാം. കാരണം ഒരു അർഹതയുള്ള ഒരാളിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് വളരെയധികം സന്തോഷം തന്നെയാണ്. ഞാൻ മിക്കവാറും പരിചയപ്പെടുത്തുന്ന ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് അഡോക് ഫർണിച്ചർ. ഇവിടെ ഒരുപാട് ഓഫറുകൾ നമ്മൾ ഓരോ ദിവസവും ഇടാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കട നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുമ്പം നമ്മൾ അതിൽ നിന്നും അർഹതപ്പെട്ട ഒരു ഫാമിലിയെ സെലക്ട് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ അവരെ ഫർണിച്ചർ ചുമ്മാതെ കൊടുക്കുകയല്ല, വീട് നിറച്ച് ഫർണിച്ചറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാം. ഒരു ലാഭവും നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം എന്നോട് ഈ ഒരു കാര്യം എന്ന് പറയുമ്പം എന്നെ വിളിച്ചു പറയുമായിരുന്നു, സനി അർഹതപ്പെട്ടൊരു കുടുംബമായിരിക്കണം അല്ലേ? അർഹതപ്പെട്ടൊരു കുടുംബമായിരിക്കണം, കൊടുക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും അർഹതപ്പെട്ടൊരു കുടുംബത്തിനാണ് നമ്മൾ ഇതിപ്പോൾ 3ാം തവണയാണ് നമ്മൾ ഫർണിച്ചർ കൊടുക്കുന്നത്. 3ാം തവണ നമ്മൾ ആദ്യം ഒരു ഫാമിലിക്ക് കൊടുത്തു, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ മറ്റൊരു ഫാമിലിക്ക് കൊടുത്തു. ഇന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി ഇത്രയും ഫർണിച്ചർ നമ്മളൊരു കുടുംബത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫർണിച്ചർ മാത്രമല്ല, 2 സ്റ്റാഫിനെയും വണ്ടിയെ ഉൾപ്പെടെയാണ് വിട്ടു വരുന്നത് കേട്ടോ. ഇവിടുന്ന് ഈ കറ്റാനത്തുനിന്ന് ഇനി ഓടി കാർത്തികപ്പള്ളി പോകണം, അത്രയും കിലോമീറ്റർ ഉണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ല നല്ല ഓഫറുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ അടുത്ത വരുന്ന വിശേഷത്തിനും നമ്മൾ നല്ല ഓഫറുകൾ പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ. 6-7 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വീട് ഇങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ ആ ഒരു വീടിൻ്റെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പം ഇത് മൊത്തത്തിൽ ഫർണിച്ചർ കൊണ്ട് കളർഫുള്ളാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, അന്ന് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ശരിക്കും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇവർ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരോടാണ്. നമ്മുടെ വീഡിയോ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ അവർ വീട് നിർമ്മിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഈ വീട് ഈ രീതിയിലേക്ക് ആകുന്നത് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിന് ഏറ്റവും മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. വീഡിയോ വന്നിട്ട് മണിക്കൂറുകൾക്കകം തന്നെ വീട് പണിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു അല്ലേക്കാ? അതെ, ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോഴും ഇവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആ ഒരു വീഡിയോയിലൂടെയാണ് ഈ നാട്ടിൽ പോലും ഈ ഒരു കാര്യങ്ങൾ വിശദമായിട്ട് അറിയുന്നത്. ഞാനിതിന് വലിയ ദൂരമായിട്ട് താമസിക്കുന്ന ആളല്ലെങ്കിലും തൊട്ട് വളരെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വീഡിയോയിലൂടെയാണ്. ഞാനിതിൻ്റെ കൃത്യമായ വിവരണങ്ങൾ കിട്ടുന്നതും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതും. അതിന് മുമ്പ് ഒരാൾ വിളിച്ചു പറഞ്ഞെങ്കിലും ഇത്ര ദയനീയമായിരുന്നു ഈ അവസ്ഥയെന്ന് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ആ വീഡിയോയിൽ കൂടെ ആയിരുന്നു. ആ നിമിഷം തന്നെ ഞങ്ങൾ ഇവിടെ കൂടുകയും മഹൽ കമ്മിറ്റി, എൻ്റെ ഒപ്പം നിൽക്കുന്നത് ജനാബ് ഷഫീഖ്, ഞങ്ങളുടെ കാർത്തികപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ്. ഞാൻ കാർത്തികപ്പള്ളി മഹലിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ ഉടൻ തന്നെ പരിസരത്തുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു കൂട്ടായ്മയിലൂടെ ഇത് നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഉടൻ തന്നെ ഉണ്ടാകുകയാണ് ചെയ്തത്. അല്ല, അതിന് ഞങ്ങൾ പിൻവാങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച അൽഹംദുലില്ലാ ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം, ഇത് ലാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അന്നേരം തന്നെ ഞങ്ങളിലുണ്ടായിരുന്നു. 1 രൂപ പോലും അന്ന് ഞങ്ങളുടെ കയ്യിലില്ലാതിരുന്ന ഒരവസ്ഥയിൽ സാനിയുടെ
വീഡിയോ കണ്ട് ചെറിയ പണം ആൾക്കാർ അക്കൗണ്ടിലേക്ക് ഇടുക, തുടക്കത്തിൽ ഇട്ടത് ആ തുടക്കം മാത്രമായിരുന്നു ഞങ്ങളുടെ കൈമുതലായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും അൽഹംദുലില്ലാ ഇതൊരു നാടിൻ്റെ കൂട്ടായ്മയാണ്, ഒരു നന്മയുടെ കൂട്ടായ്മയാണ്, ഒരു നന്മയുടെ ഉദാഹരണമാണിത്. ഇത് ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനോട് ഞങ്ങൾ സ്തുതി പറയുന്നു. അൽഹംദുലില്ലാ ഇതിന് ഒപ്പം ഞങ്ങളോട് കൈകോർത്ത് നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ. ഞങ്ങളുടെ മഹൽ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും, അതുപോലെ തന്നെ ചെങ്ങോലി മുസ്ലിം ജമാഅത്ത്, ഹനഫി ജമാഅത്ത്, വന്തികപ്പള്ളി മുസ്ലിം ജമാഅത്ത് എല്ലാവരും ഇതിനകത്ത് ഞങ്ങളോട് ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഇത് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാനിയോടത്ത് വിളിച്ചൊരു റിക്വസ്റ്റ് ഇട്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഉണ്ടാക്കണം, തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കാം, നമുക്കതിനു വേണ്ടി കൂട്ടായിട്ട് പരിശ്രമിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട് നിറച്ചുള്ള ഫർണിച്ചറും ഒക്കെ ഒത്തിരി മനസ്സ് നിറഞ്ഞൊരു സന്തോഷം. ഞാനിത് പൂർത്തീകരിച്ച് കൊടുത്തപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഈ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ ഇട്ട് കൊടുക്കണമല്ലോ, നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഒരു പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള കട്ടിലും കസേരയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും അലമാരയൊക്കെ ഒപ്പിച്ച് കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം ഇന്ന് സഫലീകരിച്ചിരിക്കുകയാണ്. ഞാൻ അതിന് ഇതിനു വേണ്ടി നമുക്ക് സ്പോൺസർ ചെയ്ത അത് സദക്കായിട്ട് വലിയ ഒരു ഇതായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ചേരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയാണ് ഇന്ന് ഈ കാണുന്ന ഈ ഫർണിച്ചർ. ഞാൻ ഈ ഫർണിച്ചർ ശരിക്കും പറഞ്ഞാൽ ഇക്ക എന്നോട് ഈ ഒരു ഫർണിച്ചറിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ അഡോക്ക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള സാധനം എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. വണ്ടിയും വിട്ടു തന്നു കേട്ടോ. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേറെ ഇല്ല. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ അല്ലേ? ശനിയാഴ്ചയാണ്, 11 മണിക്കാണ്. ഞങ്ങളെല്ലാവരും ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളെല്ലാവരും എത്തണം. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ രമേശ് ചെന്നിത്തലയാണ്, പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ഇതിന്റെ ഉദ്ഘാടനം താക്കോൽദാനം നിർവഹിക്കുന്നത്. ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പം അന്ന് സാമ്പത്തികം കിട്ടി, അത് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇക്ക ഏൽപ്പിച്ചു. അതിനുശേഷം ഇതുവരെയും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുമ്പം ഇക്കയുടെ നേതൃത്വത്തിലാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ പണിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 6-7 മാസമായിട്ടുള്ളൂ വീഡിയോ ചെയ്തിട്ട്. ആ 7 മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു വീട് ഇവർക്ക് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഈ വീടിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ മഹൽ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഇത് കാണുകയും ഈ വീടിൻ്റെ അവസ്ഥ കണ്ട് വളരെയധികം പ്രയാസപ്പെടുകയും യുദ്ധകാല അടിസ്ഥാനത്തിലെന്ന പോലെ വളരെ വേഗത്തിൽ ഈ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയാണ് അതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത്. ഇതിലേക്ക് സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും, സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഞങ്ങളുടെ മഹൽ പ്രസിഡൻറ്റ്, ഇത് മാത്രമല്ല ഒരുപാട് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. മനസ്സുള്ള ഒരു വ്യക്തിയോട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള ഹനഫി, മുക്കശ്ശേരി മുസ്ലിം ജമാഅത്ത്, വന്തിയപ്പള്ളി മുസ്ലിം ജമാഅത്ത് അവരും കൂടെ കൈകോർത്തുകൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും സന്തോഷമുണ്ട്. എല്ലാവരുടെ സഹകരണത്തിന് നന്ദി. എങ്കിലും ആദ്യമേ ഞങ്ങളുടെ സാനി വന്ന് ഞങ്ങൾക്ക് ചെയ്ത് ലൈവായിട്ട് ചെയ്ത് അങ്ങനെ കാരണം ഞങ്ങളെ ലോകം മൊത്തം അറിഞ്ഞു. ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പള്ളിക്കാരി എല്ലാവരും വന്ന് നമുക്ക് ആദ്യമേ സാലിക്ക വന്ന് പിന്നെ മറ്റുള്ളവരെല്ലാവരും വന്ന് നമുക്ക് എല്ലാ കൂട്ടായ്മയും കൂടെ ചേർന്ന് ബൈത്തുൽ ഹൈർ എന്നൊരു പേര് വിട്ട് നമുക്കിതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നു. ഇപ്പോൾ അത് ഒരു 6-7 മാസം കൊണ്ട് അവർ ചെയ്തു തന്നിരിക്കുന്നത്. വീട് നിറച്ച് ഫർണിച്ചർ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇവിടെ വരുമ്പം ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ വിഷമകരമാകുന്ന സാഹചര്യമാണ്. ആ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇക്കായൊക്കെ ഞാൻ കാണുന്നത്. ഇവരുടെ ഓടെല്ലാം ഇടിഞ്ഞ് വീണ് മഴ പെയ്തു വല്ലാത്തൊരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ആ ഒരു മുഖം. അപ്പോൾ അതിൽ നിന്നും ഇത്രയും മാറ്റം ഇവർക്ക് കൊടുത്തു. അത് പള്ളി കമ്മിറ്റിക്കാർ പെട്ടെന്ന് തന്നെ ആ വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇന്നത് കംപ്ലീറ്റ് ആയി നിൽക്കുമ്പം ഈ വീട് നിറച്ച് ഫർണിച്ചർ കൊടുക്കാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുമ്പോൾ അടോക്കിലെ ഇക്കയോടാണ് കേട്ടോ. ഇക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് ഇനി
ഒരു കട്ടിലും കൂടി എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും സന്തോഷമായിട്ടുള്ള നിമിഷത്തിലാണ്. ഇനി ബാക്കി ഒരു അലമാരയോടെ കയറ്റാറുണ്ട്. അത്യാവശ്യം വീടെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ്. ഈ ഒരു മുഹൂർത്തം ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഹാപ്പിയല്ലേ? സന്തോഷമല്ലേ? പിന്നെ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? ആദ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടത്തോടെ ഇരുന്ന ആളായിപ്പോൾ, ഇപ്പോൾ ആക്റ്റീവായി.